ഓക്കെ ഓക്കെ. ഓക്കെ, എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? കേൾക്കാം മാം. ഓക്കെ. സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ വിസിബിൾ ആണോ എല്ലാവർക്കും? ആ കാണാം മാം. ഓക്കെ. ഓക്കെ, നമ്മള് ജോഗ്രഫി സെഷൻ ഫസ്റ്റ് നമുക്കൊരു 1.5 മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. ഇതില് നമ്മൾ ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ജോഗ്രഫി പോർഷൻ ആണ്. ജോഗ്രഫിയിലെ ഞാൻ മെയിൻലി ക്വസ്റ്റ്യൻസ് ടൈപ്സ് ആണ് ക്വസ്റ്റ്യൻസ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ജോഗ്രഫി സെഷനും ദെൻ 45 മിനിറ്റ്സ് എക്കണോമിക്സും ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The layer of atmosphere where atmospheric phenomena occur. നമ്മളുടെ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ പ്രധാനമായിട്ടും 4 ലെയേഴ്സ് ആണ് വരുന്നത് നമുക്കറിയാം. അതിൽ ഒന്നാണ് ട്രോപ്പോസ്ഫിയർ, നെക്സ്റ്റ് സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പ്രധാനമായിട്ടും 4 ലെയേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഓരോ 4 ലെയേഴ്സിനെ പറ്റിയും നമുക്ക് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ലെയേഴ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എക്സാംസിന് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ലെയേഴ്സ്, അതേപോലെ തന്നെ എർത്തിന്റെ ലെയേഴ്സ്, ഇന്റീരിയർ ഓഫ് ദി എർത്ത്, അതേപോലെ തന്നെ ക്ലൗഡ്സ് എന്നുള്ള പോർഷൻ ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ വരുന്ന നമുക്ക് 4 ടൈപ്പ് ഓഫ് ലെയേഴ്സ് വരുന്നുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. അപ്പം നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ വേർ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് ഒക്കർ. അന്തരീക്ഷത്തില് അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് നടക്കുന്നത് ഏത് ലെയറിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചത്. ഇപ്പം ഫസ്റ്റ് ഓപ്ഷൻസിൽ ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, മിസോസ്ഫിയർ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിലെ ഓരോ ലെയേഴ്സിനെ പറ്റിയും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ കവർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈസിലി ആയിട്ട് ആൻസർ ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് വരുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. നമുക്കറിയാം എർത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് ഏത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അത് ഇപ്പം നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ എർത്തില് പോൾ ഏരിയാസിലും അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയനിലും ഇത് രണ്ടും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക. ട്രോപ്പോസ്ഫിയറിലാകുന്ന സമയത്ത് ഏകദേശം ഒരു 8 കിലോമീറ്റേഴ്സ് ലെങ്തിലായിരിക്കും ട്രോപ്പോസ്ഫിയർ ഉണ്ടാവുക. എന്നാൽ ഇക്വേറ്ററിലേക്ക് വരുന്ന സമയത്ത് അതൊരു 18 കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം ഏറ്റവും ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ വരുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. പോൾസിൽ 8 കിലോമീറ്റേഴ്സും
ഇക്വേറ്റർ റീജിയനിൽ അത് 18 കിലോമീറ്റേഴ്സും ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസും നടക്കുന്ന ഒരു ലെയർ കൂടിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. എല്ലാ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് എന്ന് പറയുന്ന സമയത്ത് റെയിനിങ്, തണ്ടർ, ലൈറ്റ്നിങ്, അതേപോലെ തന്നെ ക്ലൗഡ് ഫോർമേഷൻ, ഇതെല്ലാം നടക്കുന്ന ഏരിയ ആണ് അല്ലെങ്കിൽ ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വാട്ടർ വേപ്പർ ആയാലും മോയിസ്റ്റ് പാർട്ടിക്കിൾസ് ആയാലും ഇതെല്ലാം കാണപ്പെടുന്ന ഏരിയ ആണ് ട്രോപ്പോസ്ഫിയർ. ഇനി ഒരു ട്രോപ്പോസ്ഫിയറിന്റെ വേറൊരു സവിശേഷതയായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് വരുന്നതോറും അല്ലെങ്കിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്ന ഒരു സവിശേഷത ഉള്ള ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേക ഒരു റേറ്റിലാണ്. ഓരോ 165 മീറ്റർ മുകളിലേക്ക് വരുമ്പോഴും ഓരോ ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ ഇത് കുറഞ്ഞു വരും. അപ്പം ഒരു റേറ്റിലാണല്ലോ. ഓരോ 165 മീറ്റർ കൂടുമ്പോഴും ഒരു 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. അപ്പം ഇതിന് പറയുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഓരോ 165 മീറ്റർ കൂടുമ്പോഴും ഓരോ ഡിഗ്രി സെൽഷ്യസ് കുറയുന്നതിനെ പറയുന്നതാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ട്രോപ്പോസ്ഫിയറായി ബന്ധപ്പെട്ട വേറൊരു ടേം പഠിക്കും, ട്രോപ്പോപോസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ. ഈ ട്രോപ്പോപോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാൻസിഷൻ സോൺ ആണ് വേണമെങ്കിൽ പറയാം. ട്രോപ്പോപോസ് ഇസ് എ ട്രാൻസിഷൻ സോൺ സെപ്പറേറ്റ് സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് ട്രോപ്പോസ്ഫിയർ. നമുക്കറിയാം ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിൽ വരുന്ന ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പം ഈ സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ട്രാൻസിഷൻ സോൺ ആണ് ശരിക്കും ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ബേസിക് ആയിട്ട് ഓരോ ലെയറിനെയും പറ്റി നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ലോവസ്റ്റ് ലെയർ ആണ് 18 കിലോമീറ്റേഴ്സ് പോൾസിലും 18 കിലോമീറ്റേഴ്സ് ഇക്വറ്റോറിയൽ റീജിയനിലുമാണ് ലെങ്ത് വരുന്നത്. എല്ലാ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസും നടക്കുന്ന ഏരിയ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ 165 മീറ്റർ മുകളിലേക്ക് വരുന്ന സമയത്തും ഓരോ ഡിഗ്രി സെൽഷ്യസ് വീതം ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഇതിനെ നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ട്രോപ്പോപോസ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ സോൺ ആണ് ട്രോപ്പോപോസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ വേർ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് ഒക്കർ. അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് നടക്കുന്ന ലെയർ ഏതായിരിക്കും? ട്രോപ്പോസ്ഫിയർ ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പം അതിന്റെ ബാക്കി വരുന്ന ലെയേഴ്സിനെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. നെക്സ്റ്റ് വരുന്ന ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലായിട്ട് കാണപ്പെടുന്ന ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ക്ലിയർ? സ്ട്രാറ്റോസ്ഫിയറിന്റെ വേറൊരു പ്രത്യേകത, ഏകദേശം നമ്മൾ നേരത്തെ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് പറഞ്ഞ പോലെ സ്ട്രാറ്റോസ്ഫിയറിലെ ഹൈറ്റ് വരുന്നത് 15 കിലോമീറ്റേഴ്സ് 50 കിലോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, 50 കിലോമീറ്റർ ഹൈറ്റിൽ വരുന്ന ഒരു ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓസോൺ ലെയർ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഓസോൺ പാളി കാണപ്പെടുന്ന ഒരു ലെയർ കൂടിയാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത്, നമുക്കറിയാം ഈ ഓസോൺ ലെയറിന്റെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? നമുക്കറിയാം അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് നിന്നും നമ്മുടെ എർത്തിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഓസോൺ ലെയറിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ പറയുന്നത്. ക്ലിയർ? ക്ലിയർ മാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ ട്രോപ്പോപോസ് പോലെ സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ലെയർ ആണ് സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള ലെയർ ആണ് മിസോസ്ഫിയർ. അപ്പം ഈ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ സോൺ ആണ് സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്താണ് മീസോസ്ഫിയർ. നമ്മളുടെ സ്ട്രാറ്റോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ വരുന്ന വേറൊരു ലെയർ, നെക്സ്റ്റ് ലെയർ ആണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. മീസോസ്ഫിയർ എന്ന് പറയുന്നത്, ഈ മീസോസ്ഫിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 3 ലെയേഴ്സിലെ ഏറ്റവും കോൾഡസ്റ്റ് ലെയർ ആണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മീറ്റിയോഴ്സ് വന്ന് കത്തി നശിക്കപ്പെടുന്ന ഒരു ഏരിയ ആണ് മീസോസ്ഫിയർ. അതിന്റെ ഒരു അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ മീസോസ്ഫിയറിന്റെ ഒരു അപ്പർ ലിമിറ്റിനെ അല്ലെങ്കിൽ തെർമോസ്ഫിയറായിട്ട് മീസോസ്ഫിയറിന് തെർമോസ്ഫിയറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ സോണിനെ നമ്മൾ മീസോപോസ് എന്ന് പറയുന്നു. അപ്പൊ മീസോസ്ഫിയറിന്റെ പ്രത്യേകത ഫൗണ്ട് എബൌവ് ദി സ്ട്രാറ്റോസ്ഫിയർ, മോസ്റ്റ് കോൾഡസ്റ്റ് ലെയർ ആണ്. അതേപോലെ തന്നെ മീറ്റിയോഴ്സ് കത്തി നശിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ അപ്പർ ലിമിറ്റ് ഓഫ് മീസോസ്ഫിയർ അറിയപ്പെടുന്നതാണ് മെസോപോസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഏറ്റവും അപ്പർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകദേശം മീസോസ്ഫിയറിന്റെ മുകളിലായി കാണപ്പെടുന്ന ലെയർ ആണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 8 to 400 കിലോമീറ്റേഴ്സ് ആണ് ഈ തെർമോസ്ഫിയറിന്റെ ഹൈറ്റ് നമ്മൾ പറയുന്നത്. 18 to 400 കിലോമീറ്റേഴ്സ് ആണ് തെർമോസ്ഫിയറിന്റെ ഹൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയോ വേവ്സ് കാണപ്പെടുന്നത്, അതേപോലെ തന്നെ അറോറാസ്, സാറ്റലൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഈ തെർമോസ്ഫിയർ എന്ന് പറഞ്ഞ ലെയറില്. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ റേഡിയോ വേവ്സ് ആയാലും അറോറാസ് കാണപ്പെടുന്നതായാലും സാറ്റലൈറ്റ്സ് കാണപ്പെടുന്നതൊക്കെ ഈ ഒരു ലെയറിലായിരിക്കും. ക്ലിയർ? അപ്പൊ നമ്മളൊരു ലെയേഴ്സ് പഠിക്കുന്ന സമയത്ത് ആ എല്ലാ ലെയേഴ്സിന്റെയും പ്രത്യേകതകൾ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല മാം, എല്ലാം ഓക്കെ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇഗ്നിയസ് റോക്സ്? ഇതില് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കേട്ട മാർബിള്, ഗ്രാനൈറ്റ്, ലൈം സ്റ്റോണ്, സാൻഡ് സ്റ്റോണ്, ഈ സ്റ്റോൺസിനെയൊക്കെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഈ റോക്സ് എന്നുള്ള പോർഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടറ്റ് എക്സാമില്. കാരണം നമ്മൾ ഒരു 8th സ്റ്റാൻഡേർഡ് ആയാലും 9th സ്റ്റാൻഡേർഡിലും ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന ഏരിയ ആണ് ടൈപ്സ് ഓഫ് റോക്സ് എന്ന് പറയുന്നത്. നമ്മൾ വോൾക്കാനിക് ഇറപ്ഷൻ, വോൾക്കാനോസിന് ശേഷം പഠിക്കുന്ന ഭാഗമാണ് റോക്സ് എന്നുള്ള പോർഷൻ. ഈ റോക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്കറിയാം 3 ടൈപ്പ് ഓഫ് റോക്സ് ആണുള്ളത്. ഒന്നാണ് ഇഗ്നിയസ് റോക്സ്, രണ്ടാമത് വരുന്നതാണ് സെഡിമെന്ററി റോക്സ്, മൂന്നാമത് വരുന്നതാണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഓഫ് റോക്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതിൽ ഫസ്റ്റ് വരുന്ന റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്. നമ്മൾ പ്രൈമറി റോക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയപ്പെടുന്നത്. മേ ബി ചോദിക്കാം പ്രൈമറി റോക്സ് എന്ന് അറിയപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് റോക്സ് ആണെന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് പറയാം ഇഗ്നിയസ് റോക്സ് ആണെന്ന് പറയാം. അപ്പം ഇഗ്നിയസ് റോക്സ് എന്താന്ന് വെച്ചാല് നമുക്കറിയാം എർത്തിന്റെ ഉള്ളിൽ ലാവ ഉണ്ടാവും. ആ ലാവ മുകളിലേക്ക് വന്ന് തണുത്ത് സോളിഡിഫൈ ചെയ്ത് ഉണ്ടാവുന്ന റോക്സിനെങ്കിൽ ഫോം ചെയ്യുന്ന റോക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. മാഗ്മ തണുത്ത് സോളിഡിഫൈ ചെയ്ത് ഉണ്ടാവുന്ന റോക്സിനാണ് നമ്മൾ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന റോക്സ് ഏതാണ്? സെഡിമെന്ററി റോക്സ് ആണ്. എന്താണ് സെഡിമെന്ററി റോക്സ്? ആ ഒരു വേർഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെഡിമെന്റ്സ്. അപ്പം ഇത്തരത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ഇഗ്നിയസ് റോക്സ് പൊട്ടിപ്പൊടിഞ്ഞിട്ടൊക്കെ ഒരു ഭാഗത്തേക്ക് സെഡിമെന്റ് ചെയ്യപ്പെടും കുറെ കാലങ്ങൾ തന്നെ. ഇപ്പം ലൈക്ക് മഴ അല്ലെങ്കിൽ വിൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ ഏജൻസ് വഴി പൊട്ടിയിട്ടോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്മോളർ പീസസ് ആയിട്ട് അത് ഒരു ഏരിയയിലേക്ക് സെഡിമെന്റ് ചെയ്യപ്പെടും. അത്തരത്തിൽ സെഡിമെന്റ് ചെയ്ത് അവിടെ നിന്ന് ഫോം ചെയ്യുന്ന റോക്സിനാണ് നമ്മൾ എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. സെഡിമെന്റ്സ് വഴി ഉണ്ടാവുന്ന റോക്സ് സെഡിമെന്ററി റോക്സ് എന്ന് പറയും. പിന്നെ വരുന്ന റോക്സ് ആണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. മെറ്റാമോർഫിക് റോക്സ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ആദ്യം ഉണ്ടായിട്ടുള്ള ഇഗ്നിയസ് റോക്സ് ആയാലും സെഡിമെന്ററി റോക്സ് ആയാലും ഈ ഭൂമിയുടെ എർത്തിന്റെ ഉള്ളിൽ വെച്ച് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ കംപ്രസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഫോം ചെയ്യുന്ന റോക്സിനാണ് നമ്മൾ
മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഈ എന്താ പറയാ, നമ്മുടെ സെഡിമെന്ററി റോക്സ് ആയാലും മെറ്റാമോർഫിക് റോക്സ് ആയാലും പ്രൈമറി ആയിട്ട് എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഈ വോൾക്കാനോസ് തണുത്ത് വോൾക്കാനിക് എറപ്ഷൻ വഴി ഉണ്ടാകുന്ന മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്ത് ഉറഞ്ഞ് സോളിഡിഫൈ ചെയ്തിട്ടാണ് ഈ എല്ലാ റോക്സും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇഗ്നീഷ്യസ് റോക്സിനെ നമ്മൾ എന്ത് റോക്സ് എന്ന് പറയുന്നത്? പ്രൈമറി റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇഗ്നിയസ് റോക്സ്. അപ്പൊ ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചത്. ഇതിൽ ഗ്രാനൈറ്റ് നമുക്ക് പറയാം. ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൂടെ ഉണ്ട്, ഇതിൽ ഞാൻ കൊടുത്തിട്ടില്ല, ഓപ്ഷൻസിൽ ഇല്ല. ബസാൾട്ടും ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട് ആണ് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഗ്രാനൈറ്റും അതേപോലെ തന്നെ ബസാൾട്ടും ആണ് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ. അതേപോലെ ഇതിൽ ഓപ്ഷൻസിൽ കൊടുത്ത മറ്റ് റോക്സിന്റെ അല്ലെങ്കിൽ റോക്സ് ഫോംസിനെയും ഞാൻ പറയാം. മാർബിൾ എന്ത് തരം റോക്സിന് എക്സാമ്പിൾ ആണെന്ന് വെച്ചാൽ മെറ്റാമോർഫിക് റോക്സിന് എക്സാമ്പിൾ ആണ് മാർബിൾ. സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ് ലൈംസ്റ്റോണും സാൻഡ് സ്റ്റോണും. ക്ലിയർ? ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിളും, ഗ്രാനൈറ്റ് ബസാൾട്ട് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിളും. മാർബിൾ എന്ന് പറയുന്നത് എന്ത് റോക്സിനാണ്? മെറ്റാമോർഫിക് റോക്സിന് എക്സാമ്പിൾ ആണ്. ലൈംസ്റ്റോണും സാൻഡ് സ്റ്റോണും സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ആ റോക്സിന് ഉണ്ടാവുന്നതാണ് ഇതെല്ലാം. അപ്പം ഇതിന്റെ ഉത്തരം വരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇഗ്നിയസ് റോക്സ്? ഗ്രാനൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ആർ കോൾഡ്. നമുക്ക് ഡാർക്ക് റെയിൻ അല്ലെങ്കിൽ മഴ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മഴ തരുന്ന അല്ലെങ്കിൽ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മഴ തരുന്ന ക്ലൗഡ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. നമുക്ക് എഗെയിൻ 4 ടൈപ്പ് ഓഫ് ക്ലൗഡ്സ് വരുന്നുണ്ട്. സിറസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, നിംബസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ്. ഇതിൽ ഓരോ ക്ലൗഡ്സും എന്താന്ന് പറയാം. ഫസ്റ്റ് വരുന്ന സിറസ് ക്ലൗഡ്സിനെ പറ്റി പറയാം. സിറസ് ക്ലൗഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്, അറിയാവുന്നവര് കമന്റ് ചെയ്തോളൂ. നിംബസ് ക്ലൗഡ്സ് ആണ് ശരിയായ ഉത്തരമാണ്. ആക്ച്വലി നിംബസ് ക്ലൗഡ്സ് അല്ല, ഞാൻ ഈ ഓപ്ഷനിൽ കൊടുത്തത് റോങ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ക്യുമുലസ് ക്ലൗഡ്സ് ആണ് നമുക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, കാരണം ഫസ്റ്റ് വരുന്നത് സിറസ് ക്ലൗഡ്സ് ആണ്. സിറസ് ക്ലൗഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വളരെ തിന്നായിട്ട് ഡെലിക്കേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫെദർ ലൈക്ക് തൂവൽ പോലെ കാണപ്പെടുന്ന സ്കൈഡ് അല്ലെങ്കിൽ ആകാശത്തിന്റെ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ കാണപ്പെടുന്ന ഫെദർ ലൈക്ക് അല്ലെങ്കിൽ തിന്നായിട്ടുള്ള വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ക്ലൗഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് സിറസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ആലോചിച്ച് വെക്കണം, തിന്നായിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഹയർ ആൾട്ടിറ്റ്യൂഡിൽ കാണപ്പെടുന്ന ക്ലൗഡ്സിന് പറയുന്ന പേരാണ് സിറസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്നാണ്. ആ പേര് തന്നെ ആക്കാം സ്ട്രാറ്റാസ് ആയിട്ട് പാളികളായിട്ട് കാണപ്പെടുന്ന ക്ലൗഡ്സിനെ പറയുന്ന പേരാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന്. കട്ടിയുള്ള തിക്കായിട്ടുള്ള സ്ട്രാറ്റാസ് പാളികളായി കാണപ്പെടുന്ന ക്ലൗഡ്സിനെ പറയുന്നത്. അത് എവിടെയായിരിക്കും കാണപ്പെടുക? ലോവർ ആൾട്ടിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ലോവർ അറ്റ്മോസ്ഫിയറിലായിരിക്കും സ്ട്രാറ്റസ് ക്ലൗഡ്സ് കാണപ്പെടുന്നത്. സിറസ് ക്ലൗഡ്സ് ഹയർ ആൾട്ടിറ്റ്യൂഡിലാണെങ്കിൽ സ്ട്രാറ്റസ് ക്ലൗഡ്സ് ലോവർ ആൾട്ടിറ്റ്യൂഡിൽ തിക്കായിട്ട് സ്ട്രാറ്റാസ് പോലെ പാളികൾ പോലെ കാണപ്പെടുന്ന ക്ലൗഡ്സിനാണ് നമ്മൾ സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. നിംബസ് ക്ലൗഡ്സ് എങ്ങനെയായിരിക്കും? വളരെ തിക്കായിട്ടുള്ള ബണ്ടിൽ ലൈക്ക് വൈറ്റ് കോട്ടൺ ബണ്ടിൽ പോലെ കാണപ്പെടുന്ന ക്ലൗഡ്സ് ആണ് നമ്മൾ നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യുമുലസ് ക്ലൗഡ്സ് ആണ് നമ്മൾ ശരിക്കും ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് തണ്ടർസ്റ്റോം ക്ലൗഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. മഴയ്ക്ക് കാരണമായിട്ടുള്ള ക്ലൗഡ്സിനെയാണ് ക്യുമുലസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഹെവി റെയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ക്യുമുലസ് ക്ലൗഡ്സ് ആയിരിക്കും. ഞാൻ ഈ ഓപ്ഷനിലെ ആൻസേഴ്സിൽ കൊടുത്തത് നിംബസ് ക്ലൗഡ്സ് എന്നാണ്, അതൊന്ന് ചേഞ്ച് ചെയ്യുക. ശരിക്കും ക്യുമുലസ് ക്ലൗഡ്സ് ആണ് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ,
പിന്നെ വരുന്നത് ദ ബ്ലാക്ക് സോയിൽ റിച്ച് റീജിയൻ ഇൻ പെനിൻസുലാർ ഇന്ത്യ. ബ്ലാക്ക് സോയിൽ റിച്ച്, എന്താണ് ഈ ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലിന്റെ സവിശേഷതകൾ എന്ന് ആർക്കെങ്കിലും അറിയാമോ? ലാവ പൊടിഞ്ഞുണ്ടാകുന്ന സോയില്. ഓക്കെ, ലാവ പൊടിഞ്ഞിട്ടുണ്ടാവുന്ന സോയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോയിലിനെയാണ് കറക്റ്റ് ആണ് പറഞ്ഞത്. ഇഗ്നിയസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ലാവ സോളിഡിഫൈ ചെയ്തിട്ടുണ്ടാകുന്ന റോക്സിനാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ അറിയപ്പെടുന്ന വേറെ സോയിൽ എന്നാണ്. ചിലപ്പോൾ ബ്ലാക്ക് സോയിൽ എന്നായിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കാം, റേഗർ സോയിൽ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നൊക്കെ ചോദിക്കാം. കാരണം ചിലപ്പോൾ ഈ കോട്ടൺ കൾട്ടിവേഷൻ ഒക്കെ ഏറ്റവും യൂസ് ചെയ്യുന്ന സോയില് അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിലൊക്കെ ബ്ലാക്ക് സോയിലാണ്. അതുകൊണ്ട് റേഗർ സോയിൽ എന്ന് ചോദിക്കാം. ഈ റേഗർ സോയിൽ എന്ന് പേര് വരാൻ തന്നെ കാരണം എന്താണ്? ഇത് എന്താണ്, ഇത്തരത്തിലുള്ള വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ ലാവ മുകളിലേക്ക് വന്നിട്ട് അത് സോളിഡിഫൈ ചെയ്തിട്ടുണ്ടാവുന്ന റോക്സ് പൊടിഞ്ഞിട്ടുണ്ടാവുന്ന സോയിൽ ആയതുകൊണ്ടാണ് റേഗർ സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത്. ദ ബ്ലാക്ക് സോയിൽ റിച്ച് റീജിയൻ ഇൻ പെനിൻസുലാർ ഇന്ത്യ. പെനിൻസുലാർ ഇന്ത്യയിൽ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതലായി അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന ഏരിയ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ആദ്യം ഈ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ജോഗ്രഫിക് ഡിവിഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഞാൻ എന്തായാലും പെനിൻസുലാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നതെന്നൊന്ന് പറഞ്ഞേക്കാം. നമ്മുടെ സെൻട്രൽ ഹൈലാൻഡ്സ്, ഇന്ത്യയുടെ സെൻട്രൽ പോർഷനിലെ ഡെക്കാൻ പ്ലാറ്റു റീജിയന്, വെസ്റ്റേൺ ഗാർഡ്സ്, ഈസ്റ്റേൺ ഗാർഡ്സ്, കോസ്റ്റൽ പ്ലെയിൻസ്, അയലൻഡ്സ്, ഇതെല്ലാം ഉൾപ്പെടുന്ന രീതിയാണ് അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്നത്. സെൻട്രൽ ഹൈലാൻഡ്സ്, ഡെക്കാൻ പ്ലാറ്റ്യൂ റീജിയൻ, ഈസ്റ്റേൺ ഗാർഡ്സ്, വെസ്റ്റേൺ ഗാർഡ്സ്, അയലൻഡ്സ്, കോസ്റ്റൽ പ്ലെയിൻസ് എല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ പെനിൻസുലാർ ഇന്ത്യയിൽ ബ്ലാക്ക് സോയിൽ കൂടുതലും കാണപ്പെടുന്നത് ഡെക്കാൻ ട്രാപ്പ് റീജിയനിലാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഡെക്കാൻ ട്രാപ്പ് റീജിയനിൽ കാണപ്പെടുന്നത്? ഇത്തരത്തിൽ പറഞ്ഞ പോലെ വോൾക്കാനിക് ഇറപ്ഷൻസും കാര്യങ്ങളും മാഗ്മ പുറത്തേക്ക് വന്ന് സോളിഡിഫൈ ചെയ്തുണ്ടാവുന്ന ഇഗ്നിയസ് റോക്സ് പൊടിഞ്ഞിട്ടുണ്ടാവുന്ന ഏരിയ കൂടുതലും വരുന്നത് ഡെക്കാൻ ട്രാപ്പ് റീജിയനിലാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മാർബിൾ ഈസ് ദ മെറ്റാമോർഫിക് ഫോം ഓഫ് ഡാഷ്. നമ്മൾ നേരത്തെ മുന്നേ പഠിച്ച കാര്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റും ബസാൾട്ടും. സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ് ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സാൻഡ്സ്റ്റോണ്, ലൈം സ്റ്റോണ്. മെറ്റാമോർഫിക് റോക്സിന് എക്സാമ്പിൾ ആണ് മാർബിൾ. സോറി, ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്, ബസാൾട്ട്. സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ ആണ് സാൻഡ്സ്റ്റോണ്, മെറ്റാമോർഫിക് എക്സാമ്പിൾ ആണ് മാർബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? മെറ്റാമോർഫിക് ഫോം ഓഫ് ലൈം സ്റ്റോൺ. ഈ മെറ്റാമോർഫിക് ഫോം ഓഫ് ശരിക്കും ഈ മാർബിൾ ഉണ്ടാവുന്നത് ലൈം സ്റ്റോൺ എന്ന് നമുക്കറിയാം. ലൈം സ്റ്റോണും സാൻഡ് സ്റ്റോണും സെഡിമെന്ററി റോക്സ് ആണ്. ഈ സെഡിമെന്ററി റോക്സ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലാണ് മെറ്റാമോർഫിക് റോക്സ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ ലൈം സ്റ്റോൺ എന്നാണ് ശരിക്കും മാർബിൾ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ സാൻഡ് സ്റ്റോണിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ക്വാർട്ടിസൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ. മെറ്റാമോർഫിക് ഫോം ആയിട്ടുള്ള ക്വാർട്ടിസൈസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നത് സാൻഡ് സ്റ്റോൺ എന്നാണ്. ലൈം സ്റ്റോൺ എന്നാണ് മാർബിളും ഉണ്ടാവുന്നത്. ഓക്കെ, അത് ഓർത്തു വെക്കുക. ലൈം സ്റ്റോൺ എന്നാണ് മാർബിൾ ഉണ്ടാവുന്നത്, ക്വാർട്ടിസൈറ്റ്സ് എന്നാണ് സാൻഡ് സ്റ്റോൺ എന്നാണ് ക്വാർട്ടിസൈറ്റ് എന്ന മെറ്റാമോർഫിക് റോക്സ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഗ്രേഡ് ഓഫ് കോൾ മോസ്റ്റ്ലി മൈൻഡ് ഇൻ ഇന്ത്യ. ദ ഗ്രേഡ് ഓഫ് കോൾ എന്നുള്ള ഉദ്ദേശിച്ചത് ടൈപ്പ് ഓഫ് കോൾസ് വരുന്നുണ്ട്. അപ്പം ഇത് ഈ പീറ്റ് ആയാലും ഇഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ് ഇതെല്ലാം പറയുന്നത് ടൈപ്സ് ഓഫ് കോൾസ് ആണ്. ഓക്കെ, അപ്പം ഈ ഓരോ കോൾസിനും ഓരോ സവിശേഷതകളുണ്ട്. അപ്പം പീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൾ എന്ന് പറഞ്ഞാൽ
ലോവസ്റ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലെസ് കാർബൺ എമൗണ്ട് അടങ്ങിയിരിക്കുന്ന കോൾസിനെ പറയുന്ന പേരാണ് പീറ്റ്. അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് കോൾ ആണ് പീറ്റ് എന്ന് പറയുന്നത്. വളരെ ലോവസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും, ലെസ് കാർബൺ കണ്ടന്റ് ഉള്ളതാണ് പീറ്റ്. ലിഗ്നൈറ്റ് എങ്ങനത്തായിരിക്കും എന്ന് വെച്ചാൽ ബ്രൗൺ കോളിനെയാണ് നമ്മൾ ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ഈ ലിഗ്നൈറ്റിന്റെ ലോ കാർബൺ, അതേപോലെ തന്നെ പീറ്റിനെ പോലെ തന്നെ ലോ കാർബൺ കണ്ടന്റ് ഉള്ള ഒരു സാധനമാണ് ലിഗ്നൈറ്റ്. ബിറ്റുമിനസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി അബോണ്ടന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്നത് ബിറ്റുമിനസ് എന്ന് പറഞ്ഞ കോളാണ്. ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹയർ തെർമൽ എഫിഷ്യൻസി ഉള്ള ഒരു കോളാണ് ബിറ്റുമിനസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി അബോണ്ടന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും അതേപോലെ തന്നെ ഹൈ തെർമൽ എഫിഷ്യൻസി ഉള്ളതും ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതും ആയിട്ടുള്ളതാണ് ബിറ്റുമിനസ് എന്ന് പറയുന്നത്. ആന്ത്രസൈറ്റ് കോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഹാർഡസ്റ്റ് ആണ്, ഹൈ രീതിയിലുള്ള കാർബൺ കണ്ടന്റ് ഉള്ള ഒരു കോളാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. സ്മോൾ ക്വാണ്ടിറ്റി, ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്ന ഒരു കോളാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ഇയർ കേട്ടറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഗ്രേഡ് ഓഫ് കോൾ മോസ്റ്റ്ലി മൈൻഡ് ഇൻ ഇന്ത്യ. ഏത് ടൈപ്പ് ഓഫ് കോൾസ് ആണെന്ന്. നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബിറ്റുമിനസ് എന്ന് പറഞ്ഞ കോളാണ്. നമ്മളുടെ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലേറ്റ് മാർജിൻസ് വേർ ന്യൂ ഓഷ്യൻ ഫ്ലോർ ഈസ് ക്രിയേറ്റഡ്. പുതിയ ഓഷ്യൻ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് പ്ലേറ്റ് മാർജിൻസ് മൂലമാണ്? അപ്പം ഇതില് 4 ടൈപ്പ് ഓഫ് മാർജിൻസ് കൊടുത്തിട്ടുണ്ട്. കൺവേർജന്റ് മാർജിൻസ്, ഡൈവേർജന്റ് മാർജിൻസ്, ട്രാൻസ്ഫോം മാർജിൻസ്, കോണ്ടിനെന്റൽ മാർജിൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം ഈ ഓരോന്നും എന്താന്ന് നമ്മൾ മനസ്സിലാക്കാം. ആദ്യം കൺവേർജന്റ് എന്താണ്, ഡൈവേർജന്റ് എന്താണ്, ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം 2 ടെക്ടോണിക് പ്ലേറ്റ്സ് കൂടി അടുത്ത് ചേർന്ന് കൂട്ടിമുട്ടുന്നതിനെ നമ്മൾ പറയുന്നത് കൺവേർജന്റ് മാർജിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവേർജന്റ് മാർജിൻസ് എന്ന് പറഞ്ഞാല് 2 ടെക്ടോണിക് പ്ലേറ്റ്സ് എന്താ പറയാ മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ, അതാണ് നമ്മൾ കൺവേർജന്റ് മാർജിൻസ് എന്ന് പറയുന്നത്. ഡൈവേർജന്റ് മാർജിൻസ് എന്ന് പറഞ്ഞാൽ 2 ടെക്ടോണിക് പ്ലേറ്റ്സ് സെപ്പറേറ്റ് 2 ഭാഗങ്ങളിലേക്കായിട്ട് രണ്ട് സൈഡിലേക്കായിട്ട് വിട്ടു പോകുന്നതിനെയാണ് നമ്മൾ മൂവ് അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ. രണ്ടും ഒരുമിച്ച് വിട്ടു പോകുന്ന 2 ദിശയിലേക്കായിട്ട് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിട്ട് വിട്ടു പോകുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡൈവേർജന്റ് മാർജിൻസ് പറയുന്നത്. ട്രാൻസ്ഫോം മാർജിൻസ് എന്ന് പറഞ്ഞാൽ 2 ടെക്ടോണിക് പ്ലേറ്റ്സ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നതിന്, ജസ്റ്റ് ടച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫോം മാർജിൻസ് പറയുന്നത്. ഇത്തരത്തില് ഏത് പ്ലേറ്റ് മാർജിൻസ് വെച്ചുകൊണ്ടാണ് നമുക്ക് ഒരു പുതിയ ഓഷ്യൻ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പൊ നമുക്ക് ഡൈവേർജന്റ് മാർജിൻസ് വെച്ചിട്ടായിരിക്കും പുതിയ ഓഷ്യൻ ഫ്ലോർ ക്രിയേറ്റ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ 2 ടെക്ടോണിക് പ്ലേറ്റ്സ് 2 സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, എർത്തിന്റെ ക്രസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള ലാവ മുകളിലേക്ക് വരും. ഈ ലാവ മുകളിലേക്ക് വന്ന് തണുത്ത് സോളിഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ പുതിയൊരു ഓഷ്യൻ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ പുതിയ ഓഷ്യൻ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യപ്പെടുക ഡൈവേർജന്റ് മാർജിൻസിലാണ്. 2 ടെക്ടോണിക് പ്ലേറ്റ്സ് 2 ഭാഗങ്ങളിലേക്ക് സൈഡിലേക്കായി വിട്ടുപോകുന്ന സമയത്ത് എർത്തിന്റെ ഉള്ളിലുള്ള ലാവ മുകളിലേക്ക് വന്ന് തണുത്ത് സോളിഡിഫൈ ചെയ്ത് പുതിയ ഓഷ്യൻ ഫ്ലോർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഡൈവേർജന്റ് മാർജിൻസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ദ മെയിൻ പർപ്പസ് ഓഫ് സൺ സിങ്ക്രണൈസ് സാറ്റലൈറ്റ്സ്. എന്താണ് ഈ സൺ സിങ്ക്രണൈസ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്? അപ്പൊ ഈ സൺ സിങ്ക്രണൈസ് സാറ്റലൈറ്റ്സിന്റെ മറ്റൊരു പേരാണ് പോളാർ സാറ്റലൈറ്റ്സ്. ഇപ്പം മേ ബി ചോദിക്കാം പോളാർ സാറ്റലൈറ്റ്സ് എന്താണെന്നാണ് ചോദിക്കാം. അപ്പം ഈ ഒരു സൺ സിങ്ക്രണൈസ് അല്ലെങ്കിൽ പോളാർ സാറ്റലൈറ്റ്സിന്റെ മെയിൻ പർപ്പസ് എന്താണ്? നമുക്കറിയാം മിക്ക സാറ്റലൈറ്റ്സിനും മെജോറിറ്റി നമുക്കറിയാം എന്തൊക്കെ കാര്യം, റിമോട്ട് സെൻസിങ്ങിന് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷന്, സ്പേസ് റിസർച്ചിന്, വെതർ ഒബ്സർവേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്ക സാറ്റലൈറ്റ്സും യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇതില് സൺ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. മെയിൻ ആയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് സൺ സിങ്ക്രണൈസ് സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്താണ്, സെയിം പാർട്ടില് ഈ ഒരു എർത്തിന്റെ ഒരു ഭാഗത്ത് തന്നെ പല തവണയായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് കവർ ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഓരോ ടൈമിലും നമുക്ക് ഒരു കമ്പാരിസൺ അവിടെ ചെയ്യാൻ പറ്റും എർത്തിന്റെ.
സെയിം. ഹലോ. അപ്പം ഓരോ ദിവസവും ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഏരിയന്റെ ഡിഫറെന്റ് ടൈംസിൽ നമുക്ക് അവിടെ നടക്കുന്ന ചേഞ്ചസ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഫസ്റ്റ് നടക്കുന്ന ഒരു കാര്യം സെക്കൻഡ് എന്നുള്ള ഒരു പിക്ചറും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്തത്. സൺ സിങ്ക്രണൈസ്ഡ് സാറ്റലൈറ്റ്സ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഐഡന്റിഫൈ ദ പെനിൻസുലാർ റിവർ വിച്ച് ഈസ് നോട്ട് ഒറിജിനേറ്റ് ഫ്രം വെസ്റ്റേൺ ഗാർഡ്സ്. വെസ്റ്റേൺ ഗാർഡ്സിന് ഒറിജിനേറ്റ് ചെയ്യപ്പെടാത്ത റിവർ ഏതാണെന്നാണ് ചോദിച്ചത്. ആർക്കെങ്കിലും അറിയാവോ? ഓക്കെ, നമുക്ക് പെനിൻസുലാർ റിവർ മഹാനദിയാണ് നമ്മളുടെ വെസ്റ്റേൺ ഗാർഡ്സിന് ഒറിജിനേറ്റ് ചെയ്യപ്പെടാത്ത നദി. ബാക്കി എല്ലാ നദികളും വെസ്റ്റേൺ ഗാർഡ്സിന് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്ന നദികളാണ്. അപ്പം വെസ്റ്റേൺ ഗാർഡ്സിൽ ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്ന നദികളും ചെയ്യപ്പെടാത്ത നദികളും നിങ്ങളോട് ചിലപ്പം ചോദിക്കാൻ മതി. അപ്പൊ ഇങ്ങനെ റാൻഡം ആയിട്ട് തന്നിട്ടായിരിക്കും ചോദിക്കുക. അപ്പം ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നതും ചെയ്യാത്തതുമായിട്ടുള്ള നദികളെ പറ്റി ഒരു അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് റോക്സ് ബൈ വിൻഡ് ആൻഡ് വാട്ടർ. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ റോക്സ് നാച്ചുറൽ ഏജൻസ് ആയിട്ടുള്ള വിൻഡ് അല്ലെങ്കിൽ വാട്ടർ മൂലം ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ഇതിൽ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മേ ബി ഡൗട്ട് ആവും വെതറിംഗ് ആണ്. നമുക്കറിയാം വെതറിംഗ് എന്ന് പറഞ്ഞാൽ റോക്സ് മെറ്റീരിയൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. സെയിം കാര്യം തന്നെയാണ് ഇറോഷൻ എന്ന് പറയുന്നത്. റോക്ക് മെറ്റീരിയൽസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവിടുന്ന് ട്രാൻസ്പോർട്ടും കൂടെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇറോഷൻ എന്ന് പറയുന്നത്. വെതറിംഗിൽ എന്താണ്? റോക്ക് മെറ്റീരിയൽസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താണ് അവിടെ തന്നെ ആ ഒരു പാർട്ടിക്കിൾസിന് അവിടുന്ന് മൂവ്മെന്റ് നടക്കുന്നില്ല. ഒരു റോക്ക് മെറ്റീരിയൽസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ പീസസ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്നതിനാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയാം. ആ റോക്ക് മെറ്റീരിയൽസ് അവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതേപോലെ തന്നെ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇറോഷൻ എന്ന് പറയും. മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ വെതറിംഗ് എന്നും പറയും. അപ്പൊ അത് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്. വെതറിംഗ് എന്ന് പറഞ്ഞാൽ റോക്ക് മെറ്റീരിയൽസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവിടെ തന്നെ നിൽക്കുക. നമുക്ക് മൂവ്മെന്റ് നടക്കുന്നില്ല. റോക്ക് പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് സംഭവിക്കുന്നില്ല. അത് അവിടെ തന്നെ വെക്കുവാണ്. പകരം റോക്ക് മെറ്റീരിയൽസ് അവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് നാച്ചുറൽ ഏജൻസ് ആയിട്ടുള്ള വിൻഡോ വാട്ടറോ എന്തെങ്കിലും വഴി അതിനൊരു മൂവ്മെന്റ് വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ പറയുന്ന പേരാണ് ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് നാച്ചുറൽ ഏജൻസ് ആയിട്ടുള്ള വിൻഡോ കാറ്റോ അല്ലെങ്കിൽ വാട്ടറോ വഴി വേറൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഇറോഷനും വെതറിങ്ങും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ദ ഏജന്റ് ഓഫ് ഇറോഷൻ റെസ്പോൺസിബിൾ ഫോർ യു ഷേപ്ഡ് വാലീസ്. യു ഷേപ്ഡ് വാലീസിന് അല്ലെങ്കിൽ യു ഷേപ്ഡ് വാലീസ് ഉണ്ടാക്കുന്ന ഏജൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാം നാച്ചുറൽ ഏജൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് റിവർ, വിൻഡ്, ഗ്ലേഷ്യേഴ്സ്, സീ വാട്ടർ ഒക്കെ നമ്മൾ എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയും? നാച്ചുറൽ ഏജൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പം ഇതില് റിവർ കുറെ എന്താ പറയാ ചില
ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ വിൻഡ് ചില ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും, ഗ്ലേഷ്യേഴ്സ് ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യും, സീ വേവ്സ് ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഓരോന്നും ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? യു ഷേപ്ഡ് വാലീസ് ഉണ്ടാക്കുന്നത് ഏത് നേച്ചുറൽ ഏജൻസ് ആണ്? റിവർ ആണോ, വിൻഡ് ആണോ, ഗ്ലേഷ്യേഴ്സ് ആണോ, സീ വേവ്സ് ആണോ എന്ന്. അപ്പൊ നമുക്ക് ആദ്യം റിവർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് ഏതൊക്കെയാന്ന് നോക്കാം. റിവേഴ്സ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് വി ഷേപ്ഡ് വാലീസ് ഉണ്ടാക്കുന്നത് റിവേഴ്സ് ആണ്. റിവേഴ്സ് ഉണ്ടാക്കുക യു ഷേപ്ഡ് അല്ല, വി ഷേപ്ഡ് വാലീസ് ആയിരിക്കും റിവേഴ്സ് ഉണ്ടാക്കുന്നത്. വിൻഡ് ഉണ്ടാക്കുന്നതാണ് സാൻഡ് ഡ്യൂൺസ്. ഇങ്ങനെ കൂന പോലെ മണല് കൂട്ടി നിൽക്കുന്നത്. കാരണം ഒരു സ്ഥലത്തുനിന്ന് എന്താ പറയാ, മണല് കാറ്റിലൂടെ പറന്ന് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഡ്യൂൺസ് പോലെ കൂണ് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂന പോലെ നിൽക്കുന്നതിനാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മഷ്റൂം റോക്സ്, ലൈക്ക് ഒരു മഷ്റൂമിന്റെ ഷേപ്പില് ഈ പറഞ്ഞ സാൻഡ് വന്ന് അടിഞ്ഞ് നിൽക്കുന്നതിനാണ് നമ്മൾ സാൻഡ് ഡ്യൂൺസ്, അതേപോലെ തന്നെ മഷ്റൂം റോക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ വിൻഡ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് ആണ് ഏത്? സാൻഡ് ഡ്യൂൺസും മഷ്റൂം റോക്സും. റിവർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസിനെ പറയുന്ന പേരാണ് യു ഷേപ്ഡ് വാലീസ് എന്നറിയപ്പെടും. സോറി, വി ഷേപ്ഡ് വാലീസ്. റിവർ ഉണ്ടാക്കുന്നത് വി ഷേപ്ഡ് വാലീസ് ആയിരിക്കും. സീ വേവ്സ് ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ക്ലിഫ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു കടലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു തൂണ് പോലെ എന്നല്ല, ഒരു ജസ്റ്റ് ഒരു റോക്സിന്റെ ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഒരു പില്ലർ പോലെ നിൽക്കുന്നത്. കാരണം ഈ സീ വേവ്സ് അടിച്ച് അതിന്റെ ആ റോക്കിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം നശിച്ചു പോയി ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം ഇങ്ങനെ തൂണ് പോലെ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീ ക്ലിഫുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആർച്ചസ്, ചില ആർച്ച് പോലെ നിൽക്കുന്ന, അത് എല്ലാം ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? സീ വേവ്സ് മൂലം ഉണ്ടാകുന്ന ഫോംസ് ആണ്. ഗ്ലേഷ്യേഴ്സ് ഉണ്ടാക്കുന്നതാണ് യു ഷേപ്ഡ് വാലീസ്. യു ഷേപ്ഡ് വാലീസ് ഉണ്ടാക്കുന്ന നാച്ചുറൽ ഏജന്റ് ആണ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിവർ വി ഷേപ്ഡ് വാലീസ്, വിൻഡ് ഉണ്ടാക്കുന്നതാണ് സാൻഡ് ഡ്യൂൺസ്, മഷ്റൂം റോക്സ്. ഗ്ലേഷ്യേഴ്സ് ഉണ്ടാക്കുന്നതാണ് യു ഷേപ്ഡ് വാലീസ്. റിവർ ഉണ്ടാക്കുന്നത് വി ഷേപ്ഡും ഗ്ലേഷ്യേഴ്സ് ഉണ്ടാക്കുന്നത് യു ഷേപ്ഡും. മാറിപ്പോകരുത്. സീ വേവ്സ് ഉണ്ടാക്കുന്നതാണ് സീ ക്ലിഫുകളും ആർച്ചസും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ്, ദ ഓസോൺ ലെയർ ഫൗണ്ട് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, സ്ട്രാറ്റോസ്ഫിയർ ആണ് ആൻസർ. അത് നമ്മൾ മുന്നേ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റിംഗ് ഓഫ് ഫയർ അസോസിയേറ്റഡ് വിത്ത്, എന്താണ് റിംഗ് ഓഫ് ഫയർ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും അറിയോ? റിംഗ് ഓഫ് ഫയർ എന്നുള്ള വേർഡ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ റിംഗ് ഓഫ് ഫയർ എന്നുള്ള വേർഡ്? എനിബഡി? അപ്പൊ ഞാൻ പറയാം, റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ ഒരു ഹോഴ്സ് ഷൂ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു സോണിനെയാണ്, പസഫിക് ഓഷനിൽ കാണപ്പെടുന്ന ഹോഴ്സ് ഷൂ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഏരിയ, ഒരു സോണാണ് നമ്മൾ ശരിക്കും റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത്. ഷേപ്പ് പറയാം, ഹോഴ്സ് ഷൂ ഷേപ്ഡ് ആണ്. പസഫിക് ഓഷനിൽ കാണപ്പെടുന്ന ഒരു സോണാണ് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഫയർ എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എർത്ത് ക്വേക്ക് സോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം അവിടെ എന്താണ്, കണ്ടിന്യൂസ്ലി വോൾക്കാനിക് ഇറപ്ഷൻസും അതേപോലെ തന്നെ എർത്ത് ക്വേക്സ് നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി വോൾക്കാനിക് ഇറപ്ഷനും എർത്ത് ക്വേക്സും നടക്കുന്ന ഒരു ഏരിയ ആണ് റിംഗ് ഓഫ് ഫയർ. ഹോഴ്സ് ഷൂ ഷേപ്ഡ് ആണ്. പസഫിക് ഓഷൻ റീജിയനിലാണ് ഇത് കാണപ്പെടുന്നത്. കേട്ടിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വരുന്നത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഗോദാവരി റിവറിനെ പറ്റി നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നമ്മൾ റിവറിനെ പറ്റി പഠിക്കും. ഇന്ത്യയിലുള്ള ഇമ്പോർട്ടന്റ് റിവേഴ്സ് ഏതാണ്, ഓരോ റിവേഴ്സിനെയും അറിയപ്പെടുന്ന മറ്റു പേരുകൾ, അത് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, എവിടെ ചെന്ന് അത് അവസാനിക്കുന്നു, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ, ദ ഗോദാവരി റിവർ ഈസ് ഓൾസോ നോൺ ആസ്, ഗോദാവരി റിവർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഗോദാവരി റിവർ അറിയപ്പെടുന്ന മറ്റൊരു പേര് ദക്ഷിണ ഗംഗ എന്നാണ് അറിയപ്പെടുന്നത്.
ലാർജസ്റ്റ് നമ്മളുടെ പെനിൻസുലാർ ഇന്ത്യയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് റിവർ ആണ് ഗോദാവരി റിവർ. അത് അവസാനിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ് കൂടിച്ചേരുന്നത്. ഓക്കെ. സോറോ ഓഫ്, ഇതിൽ വേറെ കുറെ പേര് കൊടുത്തിട്ടുണ്ട്. സോറോ ഓഫ് ബംഗാൾ എന്താണ്? ലൈഫ് ലൈൻ ഓഫ് ഗുജറാത്ത് എന്താണ്? സാക്രഡ് റിവർ ഏതാണ്? അപ്പൊ നമുക്ക് സാക്രഡ് റിവർ നമ്മൾ പിന്നെയും കേട്ടിട്ടുണ്ടാവും. പുണ്യനദി, ഇന്ത്യയുടെ പുണ്യനദി എന്നറിയപ്പെടുന്നത് നമ്മൾ ഒരുപാട് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഗംഗാ നദിയാണ് നമുക്കറിയാം. സാക്രഡ്, ഇന്ത്യയുടെ പുണ്യനദി എന്നൊക്കെ അറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. സോറോ ഓഫ് ബംഗാൾ, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ദാമോദർ റിവർ ആണെന്ന് എഴുതണം. ദാമോദർ റിവർ ആണ് സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. ലൈഫ് ലൈൻ ഓഫ് ഗുജറാത്ത് എന്നറിയപ്പെടുന്നത് സബർമതി റിവർ ആണ്. ഓർത്തു വയ്ക്കാം, സബർമതി റിവർ ആണ് ലൈഫ് ലൈൻ ഓഫ് ഗുജറാത്ത്. സോറോ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത് ദാമോദർ റിവർ ആണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി റിവർ ആണ്. നെക്സ്റ്റ്, the layer of earth which rich in nickel and iron. The layer of earth which is rich in nickel and iron. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും കേട്ടറിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇന്റീരിയർ ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ലെയേഴ്സ് ഓഫ് എർത്ത്, എർത്തിന്റെ ഉൾഭാഗത്തെ പറ്റി ചോദിക്കുന്നത്. നമുക്കറിയാം, ഞാൻ ജസ്റ്റ് സിമ്പിൾ പറയാം, നമുക്ക് എർത്തിന് പ്രധാനമായിട്ട് എത്ര ലെയേഴ്സ് ഉണ്ട്? ക്രസ്റ്റ്, മാന്റില്, കോറ്, 3 ലെയേഴ്സ്. നമ്മൾ 4 ലെയേഴ്സ് പൊതുവെ പറയും. ക്രസ്റ്റ് എന്ന് പറയും, മാന്റില്, ഇന്നർ കോർ എന്ന് പറയും, അല്ലെങ്കിൽ ക്രസ്റ്റ്, മാന്റില്, ഇന്നർ കോറ്, ഔട്ടർ കോറ്. ഔട്ടർ കോറ്, ഇന്നർ കോറ്, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ 4 ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഏറ്റവും പുറം ഭാഗത്ത് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രസ്റ്റ്. അതിനുശേഷം വരുന്നതാണ് മാന്റില്, പിന്നെ വരുന്നതാണ് ഔട്ടർ കോറ്, ഏറ്റവും ഉൾഭാഗത്ത് ഇന്നർ പോർഷൻ ആണ് നമ്മൾ എന്താ പറയുക ഇന്നർ കോർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ ഓരോ ഭാഗത്തിനെയും പറ്റി സെപ്പറേറ്റ് ചോദിക്കും. എന്താണ് ക്രസ്റ്റ്, എന്താണ് മാന്റില്, എന്താണ് കോറ്, എന്താണ് ലിത്തോസ്ഫിയർ. അപ്പൊ നമ്മൾ ദ ലെയർ ഓഫ് എർത്ത് വിച്ച് ഈസ് റിച്ച് ഇൻ നിക്കൽ ആൻഡ് അയൺ. ഏതായിരിക്കും ആൻസർ? ആർക്കെങ്കിലും അറിയാമോ? നിക്കലായാലും അയൺ കണ്ടന്റും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എർത്തിന്റെ ഭാഗം എവിടെയാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് കോർ റീജിയനിലാണ്. അപ്പം അതിനു മുന്നേ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൂടെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് വരുന്നത് ക്രസ്റ്റ് ആണ്. ക്രസ്റ്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിനാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റിൽ തന്നെ 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും ക്രസ്റ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ എന്താണ് ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കൂടെ ഞാൻ പറയാം. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയാം നമുക്ക് ലാൻഡ് ഏരിയ ഉള്ള, നമുക്കൊരു എർത്തിന്റെ ക്രസ്റ്റ് പോർഷൻ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആവുന്ന സമയത്ത് അവിടെ ലാൻഡ് ഏരിയ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പൊ ഓഷ്യന്, റിവേഴ്സ് ഒക്കെ ഉണ്ടാവും, റിവർ ഇതൊക്കെ ഉണ്ടാവുന്ന ഏരിയ ഇല്ലേ, അപ്പം അതിന് ഏറ്റവും ഒരു പുറം ഭാഗം ഉണ്ടാവില്ലേ. ലാൻഡ് ഏരിയനെ നമ്മൾ ഓഷ്യാനിക് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും വാട്ടർ ഉള്ള അല്ലെങ്കിൽ ഓഷ്യൻസിലുള്ള ഭാഗങ്ങൾ നമ്മൾ ഓഷ്യാനിക് ക്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മൾ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ നമ്മൾ സിയാൽ എന്നും ഓഷ്യാനിക് ക്രസ്റ്റിനെ നമ്മൾ സീമ എന്നും അറിയപ്പെടുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓഷ്യാനിക് ക്രസ്റ്റ് സിയാൽ എന്നും, കോണ്ടിനെന്റൽ ക്രസ്റ്റ് സിയാൽ എന്നും, ഓഷ്യാനിക് ക്രസ്റ്റ് സീമ എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ സിയാൽ എന്നും ഓഷ്യാനിക് ക്രസ്റ്റിനെ സീമ എന്നും അറിയപ്പെടുന്നതെന്ന് ചോദിക്കും. അപ്പം കോണ്ടിനെന്റൽ ക്രസ്റ്റ് സിയാൽ എന്ന് അറിയപ്പെടാനുള്ള കാരണം അവിടെ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽസ് ആണ് സിലിക്കണും അലുമിനിയവും. അപ്പൊ ഈ സിലിക്കണും അലുമിനിയത്തെയും കൂട്ടിച്ചേർത്ത് നമ്മൾ സിയാൽ എന്ന് പറയും. സിലിക്കണും കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ്സ് ആണ്, മിനറൽസ് ആണ് സിലിക്കണും അലുമിനിയം. അപ്പൊ നമ്മൾ അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് സിയാൽ, സിലിക്കൺ പ്ലസ് അലുമിനിയം നമ്മൾ സിയാൽ എന്ന് പറയും. അപ്പൊ മേ ബി ചോദിക്കാം, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്, സിയാൽ എന്നറിയപ്പെടുന്നത്. സീമ എന്ന് പറഞ്ഞാൽ ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. ഓഷ്യാനിക് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മിനറൽസ് ആണ് സിലിക്കണും മാഗ്നീഷ്യവും. അപ്പൊ നമ്മൾ അതിനെ എന്ത് പറയും? സീമ എന്ന് പറയുന്നു. ഓക്കെ. സിയാലും സീമയും. അപ്പം ക്രസ്റ്റ് ഏരിയ, നമ്മൾ ക്രസ്റ്റിന് തൊട്ട് താഴെയുള്ള ഏരിയ ആണ് മാന്റിൽ എന്ന് പറയുന്നത്. ഓക്കെ.
നമുക്കറിയാം മാൻഡിൽ അപ്പർ മാൻഡിലും ഉണ്ട്, ലോവർ മാൻഡിലും ഉണ്ട്. അപ്പർ മാൻഡിൽ ഏത് സിറ്റുവേഷനിലായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇന്നർ മാൻഡിൽ എന്താണ്? മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഈ ക്രസ്റ്റിന്റെ പോർഷനും മാൻഡിലിന്റെ അപ്പർ മാൻഡിലും കൂടെ ചേർന്ന ഭാഗത്തെയാണ് ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിലിനെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ എന്ന്. ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിലാണ് എന്ത്? ലിത്തോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് ഔട്ടർ കോറ്, ദെൻ വരുന്നതാണ് ഇന്നർ കോറ്. ഈ ഇന്നർ കോർ റീജിയന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് നിഫെ എന്ന് പറയുന്നത്. ഈ നിഫെ, NIFE, നിഫെ, അത് എന്താന്ന് വെച്ചാൽ അവിടെ കൂടുതലായും കാണപ്പെടുന്ന രണ്ട് എലമെന്റ്സ് ആണ്, രണ്ട് മൂലകങ്ങളാണ് നിക്കലും അയേണും. നമ്മള് നിക്കലിന്റെ NIയും പ്ലസ് അയേൺ നമ്മൾ സയന്റിഫിക്കലി ഫെറസ്, ഫെറിക് എന്ന രീതിയിൽ പറയും ഇരുമ്പിനെ. അപ്പൊ അങ്ങനെയാണ് FE. ഈ നിക്കലിന്റെയും അയണിന്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് കൂടി ചേർന്നിട്ടാണ് നിഫെ എന്ന് ആക്കിയത്. അപ്പൊ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ നിക്കലും അയണും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ലെയറിലാണ്? കോർ ഏരിയയിലാണ്. അപ്പം കോർ ഏരിയ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിഫെ എന്ന് അറിയപ്പെടുന്നു. അത് ഇങ്ങനെയും ചോദിക്കാം, തലതിരിച്ചും ചോദിക്കാം. ഓക്കെ, ക്രസ്റ്റ്, കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിയാൽ, ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിമ. പിന്നെ ക്രസ്റ്റ് പ്ലസ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ആണ് അറിയപ്പെടുന്ന പേരാണ് ലിത്തോസ്ഫിയർ. കോറ്, ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. ഔട്ടർ കോർ എന്താണ്? ഇന്നർ കോർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിഫെ. മേ ബി പിന്നെ ചോദിക്കാം, നമ്മള് ഔട്ടർ കോറ് മോൾട്ടൺ സ്റ്റേറ്റിലാണ്, ബട്ട് ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നർ കോറിലാണ് ഏറ്റവും കൂടുതൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മൂലമാണ് ഇന്നർ കോർ എന്താണ്? സോളിഡ് ഫോമിലാവാൻ കാരണം. അതും കൂടെ അറിഞ്ഞിരിക്കുക അതിന്റെ കൂടെ തന്നെ. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. എന്താണ്? ക്ലിയർ ആണ്. Okay. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നതായിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻഫോർമേഷൻസ് ആ ഭാഗം റിലേറ്റഡ് ആയിട്ട് വേണം, അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? മാം, ഇതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉള്ള ഒരു PDF അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് ഞാൻ ഇപ്പം തന്ന ക്വസ്റ്റ്യൻസിന്റെ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന PDF ആണോ ഉദ്ദേശിച്ചത്? അതെ 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 അതെ. നിങ്ങൾക്ക് മേ ബി PDF ഷെയർ ചെയ്യും, നിങ്ങൾ അക്കാഡമിക് കാര്യങ്ങളായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പൊ PDF കാര്യങ്ങൾ നിങ്ങൾക്ക് മേ ബി ഷെയർ ചെയ്യപ്പെടും. പിന്നെ നമ്മളിപ്പം കുറച്ചും കൂടെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ ടോപ്പിക്കിനെയും പറ്റി ഒരു ഇൻഡെപ്ത് ആയിട്ടായിരിക്കും പഠിപ്പിക്കുക. ഇപ്പൊ ഓക്കെ നമ്മൾ മാം. ഇത് എല്ലാ കാര്യങ്ങളും ചെറിയൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. അല്ലാത്ത സമയം നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഓരോ പോർഷൻസും അതിനെ പറ്റിയുള്ള നോട്ട്സ്, ഈ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. ഓക്കെ മാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള രീതിയിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവുക. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ഇതിനകത്ത് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഞാൻ ജോഗ്രഫി സെഷൻസ് വരുന്നത് പ്രീവിയസ് ഇയർ കേട്ടറ്റിന് ചോദിച്ച കമ്പാരിറ്റീവ്ലി മറ്റ് ഇപ്പം ഒരു റീസെന്റ് ഇയറിൽ നടന്ന എക്സാംസ് കുറച്ചും കൂടെ നോർമൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനെക്കാട്ടിലും കൂടുതൽ കുറച്ചും കൂടെ ഡെപ്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റിനെ പറ്റി ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ മേ ബി സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഓപ്ഷൻസിൽ ചോദിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ ഓക്കെ മാം. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും ജോഗ്രഫി സെഷനിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണോ, അങ്ങനെ വല്ലതും? മാം, ഫസ്റ്റ് ഭാഗം ഏതായിരുന്നു? ഞാൻ ഏതാണ്? ലേറ്റ് ആയിട്ടായിരുന്നു കയറിയത് സെഷനിൽ. എനിക്ക് വോയിസ് ബ്രേക്ക് ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഓക്കെ ഓക്കെ.
ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു വേണ്ടിയിരുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്? മാം ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ ബാക്കി പോർഷനിലേക്ക് പോകട്ടെ. ഏത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ഒന്ന് പറയേണ്ടതെന്ന് പറയാമോ? കുഴപ്പമില്ല മാം, കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ പറയുന്ന വോയിസ് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് എക്കണോമിക് സെക്ഷനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ജോഗ്രഫി ഹിസ്റ്ററി പോർഷൻ ആണ് കൂടുതലായിട്ട് വരിക. നിങ്ങൾക്ക് എക്കണോമിക്സ് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നിങ്ങൾക്ക് അത്ര നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്കണോമിക്സ് ആയിട്ട് ഉണ്ടാവാറില്ല. പൊതുവെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ്? അപ്പൊ നിങ്ങൾക്ക് സെക്ടേഴ്സ് ഓഫ് എക്കോണമി എന്ന് പറഞ്ഞൊരു പോർഷൻ പഠിക്കാറുണ്ട്. നമ്മള് സെക്ടേഴ്സ് ഓഫ് എക്കോണമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര സെക്ടേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളത് എക്കോണമിയില്? 3 സെക്ടർ. 3 സെക്ടേഴ്സ് ആണ്. ഏതൊക്കെയായിരുന്നു സെക്ടേഴ്സ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി. ഈ ഓരോ സെക്ടേഴ്സ് നമ്മൾ വേറെ ഓരോ പേരുകളിൽ അറിയപ്പെടും. അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. സർവീസ് സെക്ടർ എന്ന രീതിയിൽ പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ്. ഇതില് പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എന്താണ് ഈ ഒരു പ്രൈമറി സെക്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് നമ്മൾ എന്താണ് നാച്ചുറൽ റിസോഴ്സ് ഡയറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യപ്പെടുന്ന ആ ഒരു സെക്ടറാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഇൻവോൾവ്സ് എക്സ്ട്രാക്ഷൻ ആൻഡ് കളക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഡയറക്ട്ലി ഫ്രം ദി നേച്ചർ. ഇതിനാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പം അഗ്രികൾച്ചർ പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ്, ഫിഷിംഗ് പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ്, ഫോറസ്ട്രി പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ്, മൈനിങ് പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ് അഗ്രികൾച്ചർ, ഫിഷിംഗ്, ഫോറസ്ട്രി ആൻഡ് മൈനിങ്. ഇതെല്ലാം പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്ന ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. ഇനി സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ്സിംഗ് ആൻഡ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് നടക്കുന്ന നമുക്ക് കിട്ടിയ ഈ ഒരു പ്രൈമറി പ്രൊഡക്ട്സിന്റെ പ്രോസസ്സിംഗ് ഓർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടക്കുന്ന ഒരു സെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. പ്രോസസ്സിംഗ് ഓർ മാനുഫാക്ചറിങ് ഓഫ് പ്രൈമറി റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെടുന്നത്. ഇതിൽ വരുന്ന കാര്യങ്ങളാണ് എന്താണ്? മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന സെക്കൻഡറി സെക്ടർ ആക്ടിവിറ്റീസ് ഏതെങ്കിലും പറയാവോ? ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വരുന്ന മാനുഫാക്ചറിങ്. എന്താണ്? മാനുഫാക്ചറിങ്, റൈറ്റ്. ബാങ്കിങ് സർവീസ് സെക്ടർ ആണ്. അതെ, ബാങ്കിങ് ട്രേഡ് സർവീസ് റിലേറ്റഡ് സെക്ടറിനാണ് നമ്മൾ പറയുന്ന പേരാണ് ടെർഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയുന്നു. പ്രൊവൈഡിങ് സർവീസസ് ലൈക്ക് ബാങ്കിങ്, ട്രേഡ്, ട്രാൻസ്പോർട്ട്, എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമ്മൾ ടെർഷറി സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ആൻസർ മൈനിങ് ആണോ മാം?
സ്ലൈഡ് ചെയ്തോ? സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ല, അതൊന്ന് ചെക്ക് ചെയ്യണേ. നിങ്ങൾക്ക് സ്ലൈഡ് വിസിബിൾ ആണോ? ആണ് മാം, എന്താണ്? നമുക്ക് വിസിബിൾ ആണ്. നിങ്ങൾക്ക് വിസിബിൾ ആണല്ലേ, എനിക്ക് വിസിബിൾ ആവുന്നില്ല. ഇപ്പം ഏത് സ്ലൈഡിലാണ് നിൽക്കുന്നത്? GDP ആണോ? അല്ല, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റി? ഇപ്പൊ ക്ലിയർ ആവുന്നില്ലേ? ഇപ്പം ക്ലിയർ അല്ലേ? ഇപ്പം ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് GDP സ്റ്റാൻഡ്സ് ഫോർ. GDP എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ് GDP സ്റ്റാൻഡ്സ് ഫോർ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതിൽ കുറെ Domestic ഓപ്ഷൻസ് product. ഉണ്ട്. എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. യെസ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെയാണ് നമ്മൾ GDP എന്ന് പറയും. എന്താണ് GDP കൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇത് കണ്ടോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ജനറൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് ഡെവലപ്മെന്റ് പ്ലാൻ, ഗ്ലോബൽ ഡെവലപ്മെന്റ് പ്രോഡക്റ്റ്. അപ്പം GDPന്റെ ഫുൾ ഫോം വരുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അപ്പൊ എന്താണ് GDP റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കണം. എന്താണ് GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്? GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു വർഷത്തില്, സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഒരു വർഷത്തില് നമ്മളുടെ രാജ്യത്ത് മൊത്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടൽ ഒരു മണി വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GDP എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഈ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം എന്നുള്ളത് യൂഷ്വലി 1 ഇയർ ആണ് നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ച്. ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മണി വാല്യൂ, ടോട്ടൽ മണി വാല്യൂ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂയാണ് നമ്മൾ GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എന്തിനാണ് നമ്മളൊരു രാജ്യത്തിന്റെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ആ രാജ്യത്തിന്റെ എക്കണോമിക് പെർഫോമൻസ്, ആ ഒരു കൺട്രിയുടെ എക്കണോമിക് പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു രാജ്യത്തെ ഹയർ GDP ആണെങ്കിൽ നമ്മൾ എന്ത് പറയാം? ആ രാജ്യം വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു എക്കോണമി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. GDP ഹൈ ആണെങ്കിൽ ഹയർ സ്ട്രോങ്ങർ എക്കോണമി ആയിരിക്കും അത്. ക്ലിയർ? അപ്പൊ ഇതിന്റെ ആൻസർ GDP സ്റ്റാൻഡ്സ് ഫോർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെക്സ്റ്റ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI ഡസ് നോട്ട് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ ആൻസർ ജസ്റ്റ് നമുക്ക് ഉൾപ്പെടാത്തതല്ല എന്നുള്ളത് നമുക്ക് അതിനകത്ത് വേഗം ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പം ഓക്കെ, ഒരാൾ ഓപ്ഷൻ D പറഞ്ഞു. ശരി ഉത്തരമാണ് ഓപ്ഷൻ D ആണ്, മിലിറ്ററി സ്ട്രെങ്ത് ആണ്. കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ തന്നെയായിട്ട് നമുക്ക് തന്നെ പറയാം. അസസ് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. നമ്മൾ ഒരു കൺട്രിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് അസസ് ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന
ഒരു മെഷർമെന്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി ഉൾപ്പെടും, ഒരു രാജ്യത്തുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മൊത്തം എഡ്യൂക്കേഷൻ ലെവൽ ഉൾപ്പെടും, അതേപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം ഉൾപ്പെടും. ലൈഫ് എക്സ്പെക്ടൻസിയിൽ എന്തൊക്കെയാ ഉൾപ്പെടുക എന്ന് വെച്ചാൽ ഹെൽത്ത് മെഷർ ചെയ്യപ്പെടും, ലോങ്ങറ്റിവിറ്റി, അത് എത്രമാത്രം ഒരാളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ലൈഫ് എക്സ്പെക്ടൻസി എത്രമാത്രമാണ്, ഒരു രാജ്യത്തെ മെജോറിറ്റി ഓഫ് പീപ്പിളിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എത്രയാണ്, അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, ഇതെല്ലാം ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യപ്പെടും ലൈഫ് എക്സ്പെക്ടൻസിയിൽ. എഡ്യൂക്കേഷൻ ലെവൽ മെഷേർഡ് ബൈ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആൻഡ് എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. ഒരു രാജ്യത്തെ മൊത്തം ആൾക്കാർക്ക് മിനിമം ഇയേഴ്സ് ഓഫ് ഇത്ര എഡ്യൂക്കേഷൻ വേണം എന്നുള്ള ഒരു കാര്യം, ആരൊക്കെ അതിൽ ഇത്ര എക്സ്പെക്ടഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എഡ്യൂക്കേഷൻ ലെവൽ ഇതിനകത്ത് ഉൾപ്പെടും. അതേപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം, മെഷേർഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് എക്കണോമിക് വെൽബീങ്, ആ രാജ്യത്തെ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എക്കണോമിക് വെൽബീയിങ് എങ്ങനെയാണെന്നും കൂടെ ഇതിൽ ഉൾപ്പെടും. ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷണൽ ലെവൽ, അതേപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം, ഇതെല്ലാമാണ് എന്തെന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഉൾപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടാത്ത ഒന്നാണ് മിലിറ്ററി സ്ട്രെങ്ത്. ഒരു രാജ്യത്തിന്റെ മിലിറ്ററി സ്ട്രെങ്ത് ഒരിക്കലും നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ, നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് എക്സ്പെക്ടൻസി പ്ലസ് എഡ്യൂക്കേഷൻ പ്ലസ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു രീതിയിൽ പറയാൻ സാധിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. നെക്സ്റ്റ് വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എയിംസ് ടു. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? ഇൻക്രീസ് പ്രൊഡക്ഷൻ അറ്റ് എനി ഇൻക്രീസിംഗ് പ്രൊഡക്ഷൻ അറ്റ് എനി കോസ്റ്റ്, ബാലൻസ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, പ്രൊമോട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ, നെക്സ്റ്റ് ഇൻക്രീസ് എക്സ്പോർട്ട്. അപ്പം ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഉദ്ദേശിച്ചത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീൻസ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് എ പ്രസന്റ് ജനറേഷന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയും അതേപോലെ തന്നെ അതെങ്ങനെ കോംപ്രമൈസ് ചെയ്യാതെ, വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ്, അവരുടെ ഫ്യൂച്ചർ ജനറേഷൻസിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം പ്രസന്റ് ജനറേഷന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടെണ്ണത്തിനെയും, പ്രസന്റ് ജനറേഷനെയും ഫ്യൂച്ചർ ജനറേഷനെയും സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്. അപ്പം ഇതിൽ ഉൾപ്പെടുന്നത് അതിന്റെ ഒരു എയിം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇൻക്രീസ് പ്രൊഡക്ഷൻ അറ്റ് എനി കോസ്റ്റ്, വേണമെങ്കിൽ നമുക്ക് ഇൻ ഫ്യൂച്ചർ എന്ന് വരുന്ന ജനറേഷന് നാച്ചുറൽ റിസോഴ്സസ് ഒന്നും കൊടുക്കാതെ ഉള്ളതെല്ലാം തന്നെ ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ബട്ട് അതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഉൾപ്പെടാത്ത കാര്യമാണ്. പിന്നെ ബാലൻസ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, നമുക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവരാം. അതെങ്ങനെ? എൻവയോൺമെന്റിന് മോശമാവാത്ത രീതിയിൽ നമുക്ക് ഡെവലപ്മെന്റ്, എക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ വരുന്നത് പ്രൊമോട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കംപ്ലീറ്റ്ലി ചില പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോജക്ട്സും കാര്യങ്ങളായിരിക്കില്ല. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതലായിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാ രീതിയിലും, അല്ലെങ്കിൽ കൂടുതൽ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇൻഡസ്ട്രീസ് പറ്റുമോ? ഇല്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറവ് ഇൻഡസ്ട്രീസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. ഇപ്പൊ തൊട്ടടുത്തുള്ള തമിഴ്നാടായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്പയർ ടു കേരള ഏറ്റവും കൂടുതൽ കമ്പനീസ്, ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് വരുന്നത്. അപ്പം പ്രൊമോട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമല്ല. ഇൻക്രീസ് എക്സ്പോർട്ട്, നമ്മളെ നാട്ടിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതും മേ ബി നമുക്ക് ഗ്രോത്ത്, എക്കണോമിക് വൈസ് നമുക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും അതൊരു ഡെവലപ്മെന്റ്, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമല്ല. കാരണം നമുക്ക് എക്സ്പോർട്ട് ചെയ്താൽ പോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റു കൺട്രീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യണം. അപ്പം ഇതില് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിന് എയിം ചെയ്യുന്നത് ഒറ്റതേ ഉള്ളൂ, ബാലൻസ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക, ഡെവലപ്മെന്റും എൻവയോൺമെന്റ് നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെന്റിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പം അത് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഫോക്കസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി നമ്മൾ ഫോക്കസ് ചെയ്യണം. എക്കണോമിക് ഗ്രോത്ത് ഫോക്കസ് ചെയ്യണം, സോഷ്യൽ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യണം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും നമ്മൾ ഫോക്കസ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് എൻകറേജ് റെസ്പോൺസിബിൾ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നാച്ചുറൽ റിസോഴ്സസിന്റെ റെസ്പോൺസിബിൾ, നമ്മൾ അതിൽ റെസ്പോൺസിബിൾ ആവണം. ഓക്കെ. പിന്നെ വരുന്നത് റെഡ്യൂസ് എക്കണോമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ വൈൽ പ്രൊമോട്ടിംഗ് ഡെവലപ്മെന്റ്. എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ കുറച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഓക്കെ. Okay, ma'am. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടെർഷറി സെക്ടർ ഇൻക്ലൂഡ്. ഇതിൽ ടെർഷറി സെക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ടെർഷറി സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? Transport. ഫിഷിംഗ് പ്രൈമറി സെക്ടർ ആണ്, കൺസ്ട്രക്ഷൻ സെക്കൻഡറി സെക്ടർ ആണ്, അഗ്രികൾച്ചർ പ്രൈമറി സെക്ടർ ആണ്, ട്രാൻസ്പോർട്ട് ആണ് ടെർഷറി സെക്ടറിൽ വരുന്നത്. ഫുഡ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊക്കെ സിംപ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫുഡ് ഇമ്പോർട്ട് ആണോ അല്ലെങ്കിൽ അവൈലബിലിറ്റി, നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കുറെ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റും. ഫുഡ് സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഫുഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണോ? അല്ല. അപ്പൊ നമുക്ക് ഇതല്ല ആൻസർ എന്ന് അറിയാം. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്ഷൻ ബി അവൈലബിലിറ്റി ആൻഡ് ആക്സസ് ടു ഫുഡ് ഫോർ ഓൾ. എല്ലാവർക്കും ഫുഡ് അവൈലബിൾ ആവുക, എല്ലാ സെക്ടറിലുള്ള ആൾക്കാർക്കും ഫുഡിനുള്ള ആക്സസ് കിട്ടുക. ചിലപ്പോൾ നോർമൽ എന്താ പറയാ, നമ്മൾ പാവപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ പണക്കാരനെന്നോ കാസ്റ്റ് വൈസോ ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവർക്കും ഫുഡ് ആക്സസിബിൾ ആവുക അല്ലെങ്കിൽ അവൈലബിൾ ആവുക എന്നുള്ളതാണോ ഫുഡ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ സ്റ്റോറിംഗ് ഫുഡ് ഇൻ വെയർ ഹൗസസ്, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസിന്റെ അല്ലെങ്കിൽ ഫുഡിന്റെ സ്റ്റോറിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഗവൺമെന്റ് റേഷനിങ് ആണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഏതായിരിക്കും ഫുഡ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Option B, availability and access to food for all. അതെ, അവൈലബിലിറ്റി ആൻഡ് ആക്സസ് ടു ഫുഡ് ഫോർ ഓൾ ആയിരിക്കും ആൻസർ വരുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഏതാണ് ആൻസർ വരിക? Option B, food grain self-sufficiency. ഫുഡ് ഗ്രെയിൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെവല്യൂഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ റെവല്യൂഷൻസ് നിങ്ങൾക്ക് അറിയാം? നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ, പിങ്ക് റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ, സിൽവർ റെവല്യൂഷൻ, ഒരുപാട് റെവല്യൂഷൻസ് പഠിച്ചിട്ടില്ലേ? ഇതില് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രീൻ റെവല്യൂഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് 1960s ഗ്രീൻ റെവല്യൂഷൻ വരുന്നത്. അതിന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ ഫുഡ് ഗ്രെയിൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി ആണ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് റെവല്യൂഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? റെവല്യൂഷൻസ് ചോദിക്കും. ഈ റെവല്യൂഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റിലല്ല, ഒരു ചേഞ്ച് എന്നുള്ള രീതിയിലാണ് റെവല്യൂഷൻ. ഒരു സഡൻ ചേഞ്ചാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൽ വരുന്ന ഇൻക്രീസ് ആണ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. എസ്പെഷ്യലി വീറ്റ്, റൈസ്, ഹൈ ഈൽഡിങ് വെറൈറ്റീസ്, HYV എന്നൊക്കെ പറഞ്ഞാൽ ഹൈ ഈൽഡിങ് വെറൈറ്റീസില്, അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റിയിൽ, ഇതിലൊക്കെ വരുന്ന ഒരു സഡൻ ചേഞ്ച് ആണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൽ വന്നിട്ടുള്ള ഒരു ഇൻക്രീസ്, ഇതിനാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഫുഡ് ഗ്രെയിൻസ് സെൽഫ് സഫിഷ്യൻസി ആണ്. നമ്മളുടെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള സെൽഫ് സഫിഷ്യൻസി ആണ് ഗ്രീൻ റെവല്യൂഷന്റെ എയിം ആയിട്ട് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റേറ്റ്സ് കുറച്ചെണ്ണുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഈ ഒരു സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ റെവല്യൂഷന്റെ നമുക്കൊരു വിസിബിൾ ചേഞ്ചസ് കാണാൻ സാധിക്കുന്ന കുറച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ് ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് ഒക്കെ. ഓക്കെ. അപ്പം ഗ്രീൻ റെവല്യൂഷൻ എന്താന്ന് ചോദിച്ചാൽ 1960s ഗ്രീൻ റെവല്യൂഷൻ വരുന്നത്. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള എസ്പെഷ്യലി വീറ്റ്, റൈസ്, പിന്നെ അതേപോലെ തന്നെ അതിലൊക്കെ വന്നിട്ടുള്ള ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് ആണ്
ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിന്റെ ഹെൽപ്പോടെ കൂടിയിട്ട് ഹൈ yielding വെറൈറ്റീസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, നല്ല ഇറിഗേഷൻ പ്രോജക്ട്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് റൈസ് ആൻഡ് വീറ്റിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൽ വന്നിട്ടുള്ള ഒരു ഉയർച്ചയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രീൻ റവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ എയിം എന്ന് പറയുന്നത് ഫുഡ് ഗ്രെയിൻ സെൽഫ് സഫിഷ്യൻസി ആണ് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് റവല്യൂഷൻസ് ഏതൊക്കെയാണ്? വൈറ്റ് റവല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വൈറ്റ് റവല്യൂഷൻ അറ്റ്ലീസ്റ്റ് ഒരു ഗസ് ചെയ്യാൻ പറ്റും. വൈറ്റ് റവല്യൂഷൻ എന്തുമായി റിലേറ്റ് ചെയ്തായിരിക്കും എന്നൊക്കെ? വൈറ്റ് റവല്യൂഷൻ നമുക്ക് മെയിൻ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. അപ്പം വൈറ്റ് റവല്യൂഷൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാല് നമ്മള് മിൽക്ക് പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് അതിൽ വരുന്ന മിൽക്ക് പ്രൊഡക്ട്സുകള്, അപ്പം ഇതിനൊക്കെ ഒരു ലീഡ് ഓർഗനൈസേഷൻ ആയിട്ട് വൈറ്റ് റവല്യൂഷനിലൊക്കെ വരുന്നതാണ് അമൂലൊക്കെ വരുന്നത് ഇന്ത്യയിലുള്ള. അപ്പം അതിനുശേഷം ഈ ഒരു വൈറ്റ് റവല്യൂഷന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഇമ്പാക്ട് ആയിട്ട് പറയുന്നത് ഇന്ത്യ ബിക്കെയിം ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് ഇൻ ദി വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഡയറി പ്രൊഡക്ട്സും അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് ഇന്ത്യ മാറിയിട്ടുള്ളതാണ് വൈറ്റ് റവല്യൂഷന്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്ട് ആയിട്ട് കാണുന്നത്. അതിലുള്ള ലീഡ് ഓർഗനൈസേഷൻ ആണ് അമൂൽ എന്ന് പറയുന്നത്. പർപ്പസ് എന്താ? വൈറ്റ് റവല്യൂഷന്റെ പർപ്പസ് ഇൻക്രീസ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, 1970s പീരീഡിലാണ് വൈറ്റ് റവല്യൂഷൻ നടന്നിട്ടുള്ളത്. ഇന്ത്യയിലുള്ള വൈറ്റ് റവല്യൂഷൻ മെയിൻ ആളായിരുന്നു വർഗീസ് കുര്യൻ ഒക്കെ. ഓക്കെ, ഓർത്ത് വെക്കാൻ ഞാൻ ഒരു അഡീഷണൽ ഇതിൽ പറഞ്ഞതാണ്. യെല്ലോ റവല്യൂഷൻ ഉണ്ട്. അതേപോലെ യെല്ലോ റവല്യൂഷന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാല് ഓയിൽ സീഡ്സിന്റെ അല്ലെങ്കിൽ മസ്റ്റാർഡ്, ഗ്രൗണ്ട് നട്ട്സ്, സൺഫ്ലവറിന്റെ ഒക്കെ അങ്ങനെ ഓയിൽ സീഡ്സിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റവല്യൂഷൻ ആയിരുന്നു യെല്ലോ റവല്യൂഷൻ എന്ന് പറയപ്പെടുന്നത്. അതിൽ വന്നിട്ടുള്ള ഉയർച്ച, അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാല് നമ്മള് എഡിബിൾ ഓയിൽസ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഓയിൽസ് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് കൺട്രീസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അവരുമായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. റെഡ്യൂസ്ഡ് ഇന്ത്യാസ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട് ഫോർ എഡിബിൾ ഓയിൽസ്. എഡിബിൾ ഓയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റു കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. അത് യെല്ലോ റവല്യൂഷന്റെ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വരുന്നതാണ് ബ്ലൂ റവല്യൂഷൻ വരുന്നുണ്ട്. ബ്ലൂ റവല്യൂഷൻ എന്താന്ന് വെച്ചാൽ പർപ്പസ് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ടു ഇൻക്രീസ് ഫിഷ് പ്രൊഡക്ഷൻ. ഫിഷ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റവല്യൂഷനാണ് ബ്ലൂ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. അതിന് ഏറ്റവും വലിയ ഇമ്പാക്ട് ആയി നമ്മൾ പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്ക്, അതേപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ളത് ബ്ലൂ റവല്യൂഷന്റെ ഒരു ഭാഗമായിട്ടാണ്. പിന്നെ പറയുന്നത് പിങ്ക് റവല്യൂഷൻ എന്നറിയപ്പെടുന്നു. പിങ്ക് റവല്യൂഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ മീറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യപ്പെട്ടുള്ള റവല്യൂഷനെയാണ് പിങ്ക് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. എസ്പെഷ്യലി പോൾട്രി ഫാമിങ് ഒക്കെ വരുന്നത് ഈ പിങ്ക് റവല്യൂഷനിലാണ്. ഗ്രേ റവല്യൂഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ടു സപ്പോർട്ട് അഗ്രികൾച്ചർ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഗ്രേ റവല്യൂഷൻ എന്നറിയപ്പെടും. ഇപ്പൊ ഈ ഒരു റവല്യൂഷനെ പറ്റിയൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് വീറ്റ്, റൈസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. യെല്ലോ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് ഓയിൽ സീഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ബ്ലൂ റവല്യൂഷൻ എന്ന് പറയുന്നത് ഫിഷറീസിന്റെതാണ്. പിങ്ക് പ്രൊഡക്ഷൻ എന്നറിയപ്പെടുന്നത് പോൾട്രി ഫാമിംഗ് അല്ലെങ്കിൽ മീറ്റ് പ്രൊഡക്ഷൻ ആണ്. ഗ്രേ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെ ആണ് മാം. ഓക്കെ ആണ് മാം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസത്തിന്റെ മെയിൻ ഫീച്ചർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒരു ഇന്ത്യൻ എക്കോണമി, എത്ര തരത്തിലുള്ള എക്കോണമി ഉണ്ട് നമ്മളില്? 3 ടൈപ്സ് ഓഫ് എക്കോണമീസ് വരുന്നില്ലേ? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ്, മിക്സ്ഡ് ഇക്കോണമി. സോഷ്യലിസ്റ്റ്, മിക്സ്ഡ് എക്കോണമി. ഇതില് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം? അപ്പം ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും. പ്രൈവറ്റ് ഓണർഷിപ്പിൽ വരുന്നതാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പൊ വിച്ച് ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ ആയിട്ട് പറയുന്നത് ഏതാണ്? സ്റ്റേറ്റ് ഓണർഷിപ്പ് ആണോ, പ്രൈവറ്റ് ഓണർഷിപ്പ്, നോ കോമ്പറ്റീഷൻ, പ്രൈസ് കൺട്രോൾ? ഇതിൽ ഏറ്റവും വരുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓണർഷിപ്പിനെ നമ്മൾ എന്ത് പറയുന്നു? സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന രീതിയിൽ പറയും. മിക്സഡ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ മിക്സഡ് എന്താണ്? രണ്ടും കൂടി ഉള്ളത്. ക്യാപിറ്റൽ രണ്ടും കൂടെ മിക്സ് ആയിട്ട്. നമ്മുടെ ഇന്ത്യൻ എക്കോണമിക്ക് ഏത് കാറ്റഗറിയിൽ പെടുന്ന എക്കോണമിയാണ്? മിക്സ്ഡ് ഇക്കോണമി. ഇന്ത്യ മിക്സഡ് എക്കോണമി ആണോ, സോഷ്യലിസ്റ്റ് എക്കോണമി ആണോ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണോ? മിക്സ്ഡ് ഇക്കോണമി. ഇന്ത്യ മിക്സഡ് എക്കോണമിയാണ്. ഇന്ത്യയിലെ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യപ്പെടുന്നത് ആരാണ്? ഒരു ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ. ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ആണോ? അതെ. അതെ, നമുക്ക് ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ഇന്ത്യയില് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യപ്പെടുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ പാർലമെന്റിൽ വെച്ചിട്ട്. എവിടെ വെച്ചിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്? ഒരു ബഡ്ജറ്റിന് ഒരു പർപ്പസ് ഉണ്ടാവില്ല. എന്തൊക്കെയാണ് പർപ്പസ്? നമ്മളുടെ ഒരു എസ്റ്റിമേറ്റ്, അടുത്തൊരു നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ഒരു എസ്റ്റിമേറ്റഡ് റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഫോർ ദി നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ, അല്ലെങ്കിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ, ഡിഫറെന്റ് സെക്ടേഴ്സിലേക്കുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ. അപ്പം നമുക്കറിയാം ഒരുപാട് നമ്മളെ ഇന്ത്യയിൽ കൂടുതൽ നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഡിഫൻസ് സെക്ടറിൽ നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യും, ഹെൽത്ത് സെക്ടറിൽ, എഡ്യൂക്കേഷൻ സെക്ടറിൽ, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിലേക്ക് നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ വരുന്നത് പുതിയ ടാക്സസ് എന്തെങ്കിലും കൊണ്ടുവന്ന് ടാക്സ് അനൗൺസ് ചെയ്യുക, സബ്സിഡീസ് അല്ലെങ്കിൽ എക്കണോമിക് പോളിസീസ് പുതിയത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുക. ഇതൊക്കെയാണ് ഒരു ബജറ്റിന്റെ പർപ്പസ് ആയി പറയുന്നത്. ഒന്ന് പ്രസന്റ് ചെയ്യുക, ടു പ്രസന്റ് ദ എസ്റ്റിമേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഫോർ ദി നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ. പിന്നെ ഫണ്ട് അലോക്കേഷൻ ഫോർ ഡിഫറെന്റ് സെക്ടേഴ്സ് ലൈക്ക് ഡിഫൻസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ. പിന്നെ പുതിയ ടാക്സസ് അനൗൺസ് ചെയ്യാം, സബ്സിഡീസ് അനൗൺസ് ചെയ്യാം, എക്കണോമിക് പോളിസീസ് അനൗൺസ് ചെയ്യുക, ഇതെല്ലാം. നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ ഇയർ, ഇന്ത്യയിലെ ഒരു ഫൈനാൻഷ്യൽ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പം മുതലാണ്? ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ഇയർ എപ്പോഴാണ്? ആർക്കെങ്കിലും അറിയാവോ? 1st April to 31st March ആണ് വരുന്നത്. 1st April to 31st March ഓഫ് ദി ഇയർ ആണ് വരുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫിസ്ക്കൽ പോളിസി ഡീൽസ് വിത്ത് എന്താണ്? നമുക്ക് ഓപ്ഷൻസിൽ തന്നെ ക്ലിയർ ആണ്. ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് ഡീൽ ചെയ്യുന്നതാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ബാങ്ക്സിലല്ല, ബാങ്ക് അല്ലാത്ത ഒരു കാര്യം നമ്മൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഐഡന്റിഫൈ ആണ് പറഞ്ഞിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇന്ത്യയിൽ വരുന്നതാണ്, ഡെവലപ്മെന്റൽ ബാങ്ക്സ് ഇന്ത്യയിൽ വരുന്നതാണ്,
കോപ്പറേറ്റീവ് ബാങ്ക്സ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം എന്താണ് പോസ്റ്റൽ ബാങ്ക്സ് എന്ന് ഉദ്ദേശിച്ചത്? ആൻസർ വരുന്നത് പോസ്റ്റൽ ബാങ്ക്സ് ആണ്, നോട്ട് എ ടൈപ്പ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. പോസ്റ്റൽ ബാങ്ക്സ് ആണ്. നിങ്ങൾക്ക് പോസ്റ്റൽ ബാങ്ക്സിനെ പറ്റി അറിയാവോ? നമുക്ക് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ എന്തിലൂടെ? പോസ്റ്റ് ഓഫീസസിലൂടെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ പോസ്റ്റൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഉള്ളത് അത് ഇന്ത്യയിലെ റൂറൽ ഏരിയാസിലും റിമോട്ട് ഏരിയാസിലൊക്കെയാണ് ഇത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് RBI സ്റ്റാൻഡ്സ് ഫോർ. RBIന്റെ എന്താണ്? RBIന്റെ ഫുൾ ഫോം എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് RBI ഫുൾ ഫോം? ആർക്കെങ്കിലും RBI എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് RBIന്റെ ഫുൾ ഫോം. നമുക്കറിയാം നമ്മളുടെ മെയിൻ അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് കൺട്രീസ് കറൻസി, ക്രെഡിറ്റ്, മോണിറ്ററി സിസ്റ്റം. ഒരു കൺട്രിയുടെ നമ്മളുടെ ഇന്ത്യയുടെ മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കറൻസി കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് സിസ്റ്റം എല്ലാം റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഇന്ത്യയുടെ അൾട്ടിമേറ്റ് അതോറിറ്റിയാണ് RBI എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്ന മറ്റു പേരാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും RBI ആണ്. RBI is Reserve Bank of India, also known as Central Bank of India. Main functions responsible for regulating the country's currency, credit and monetary system. നമ്മൾ ഒരു കീ ഫങ്ഷൻസ് ഓഫ് RBI അല്ലെങ്കിൽ എന്താണ് RBIയുടെ മെയിൻ ഫങ്ഷൻസ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാവുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ്. നമ്മളുടെ ഇന്ത്യയിൽ കറൻസി ഇഷ്യൂ ചെയ്യുന്ന ആളാണ് RBI ആയിരിക്കും കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ത്യയിൽ RBIക്ക് മാത്രമേ കറൻസി ഇന്ത്യൻ റുപ്പീസ് നോട്ട്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഏക റൈറ്റ്സ് ഉള്ളത് RBIക്ക് മാത്രമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ എൻഷുർ ചെയ്യുക അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ക്ലീൻ ആൻഡ് ജെനുവിൻ കറൻസി. ക്ലീൻ ആൻഡ് ജെനുവിൻ കറൻസി അതിന്റെ കറക്റ്റ് അഡീക്വേറ്റ് ആയിട്ട് വേണ്ടത്ര രീതിയിലുള്ള സപ്ലൈ എൻഷുർ ചെയ്യുകയും ചെയ്യുന്നത് RBI ആയിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ത്യയുടെ മണി സപ്ലൈയും അതേപോലെ തന്നെ ക്രെഡിറ്റ് അവൈലബിലിറ്റിയും ഒരു എക്കോണമിയിലുള്ള മണി സപ്ലൈയും ക്രെഡിറ്റ് അവൈലബിലിറ്റിയും കൺട്രോൾ ചെയ്യുന്നത് RBI ആയിരിക്കും. ലൈക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കുറെ ടൂൾസ് ഉണ്ട്. കുറച്ച് ഇൻഡെപ്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ് അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അത് ഇത്തരത്തിലുള്ള നിങ്ങൾ ഇത്ര ആലോചിച്ച് വെക്കുക. റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ് അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈ അല്ലെങ്കിൽ ക്രെഡിറ്റ് അവൈലബിലിറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഈ റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ് അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നൊക്കെ പറയുന്നത്. ഈ ക്യാഷ് റിസർവ് റേഷ്യോയ്ക്ക് അനുസരിച്ച് ഈ റെപ്പോ റേറ്റിൽ കൂടുതലും കുറവും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ വരുന്നത് നമ്മളുടെ RBI നമ്മളുടെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടും. ഓർത്ത് വെക്കുക, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്ക്സിനോ അല്ലെങ്കിൽ വേറെ ഏത് ബാങ്കിനോ ഒക്കെ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്ത് എമർജൻസി ഫണ്ട് കൊടുക്കുന്നത് നമ്മുടെ RBI ആയിരിക്കും. അതാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റു കുറെ ബാങ്കുകൾ പറഞ്ഞു. നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്സ്, കോർപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഒരുപാടുണ്ട്. ഇതിനെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരായിരിക്കും? RBI ആയിരിക്കും ചെയ്യുന്നത്. ഒരു അൾട്ടിമേറ്റ് സൂപ്പർവൈസിങ് പവർ ഉള്ള ഒരു ബോഡിയാണ് RBI എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ് ചെയ്യുന്നതും RBI ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് RBIന്റെ ഒരു ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, കൺട്രോൾ കറൻസി, ക്രെഡിറ്റ്, ബാങ്ക്, ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എക്കണോമിക് സെക്ടറിൽ. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ ഒരു PDF-ലുള്ള ക്വസ്റ്റ്യൻസിൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഫെമിലിയറിറ്റി ആവും. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മുടെ ടൈം ഓൾമോസ്റ്റ് കഴിയാറായി. നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നോ മാം,
നോ ഡൗട്ട്സ്. നല്ല ക്ലാസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എഡ്ഫിൽ അക്കാഡമിയുടെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളിപ്പം വെബിനാർ അറ്റൻഡ് ചെയ്ത കുറച്ച് പേരുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് വെബിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫീ റിഡക്ഷൻ എന്ന രീതിയിൽ ഒരു 899 ഫീ റിഡക്ഷൻ ഉണ്ടായിരിക്കും. എന്ത് മാം, മനസ്സിലായില്ല. നിങ്ങൾ ഓൾറെഡി ഒരു വെബിനാർ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഇപ്പം അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫീ റിഡക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 899 റുപ്പീസ് ഫീ റിഡക്ഷൻ ഉണ്ടായിരിക്കും, ഓഫർ എന്ന രീതിയിൽ. നമ്മൾ നേരത്തെ ജോയിൻ ചെയ്തവരാണ്, അപ്പൊ നമുക്ക് ഇനി ഫീ റിഡക്ഷൻ ഉണ്ടാവോ? ഓൾറെഡി ജോയിൻ ചെയ്യാത്തവരെ കാര്യമാണെന്നാണ് കേട്ടത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി എല്ലാവരും ജോയിൻ ചെയ്ത ആൾക്കാരാണോ? അതെ മാം, ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാരാണ്. ഓക്കെ. ഇത് ജോയിൻ ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അതിന്റെ കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ, എന്തായാലും ചോദിച്ചിട്ട് പറയാം. ഓൾറെഡി ജോയിൻ ചെയ്യാത്തവർക്കായിരിക്കും വെബിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു 899 റിഡക്ഷൻ വരുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ രീതിയിൽ ഉണ്ടോ? നോ മാം. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല മാം, ഇന്നെടുത്ത എന്തായിരുന്നു? എന്റെ PDF അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. PDF കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നന്നായിരുന്നു എന്നാണോ? അതെ അതെ. ഓക്കെ, ഞാൻ പറയാം എന്തായാലും PDF ഷെയർ ചെയ്യുന്നതിനെ പറ്റി. ആ. ഓക്കെ, എന്നാൽ ലീവ് ചെയ്തോളൂ. ഓക്കെ മാം, താങ്ക് താങ്ക് യു. യു. താങ്ക് യു.